ബംഗാൾ ഉൾക്കടലിൽ ഒരു ബോട്ട് മുങ്ങി ഇപ്പോൾ വലിയ രീതിയിലുള്ള അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഒരു ബോട്ടല്ല, അവിടെ 2 ബോട്ടാണ് മുങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അഭയാർത്ഥികളുടെ ബോട്ടായിരുന്നു ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ഇന്ത്യയിലേക്ക് വരികയായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വളരെ ഹൃദയഭേദകവും വലുതുമായിട്ടുള്ള ഒരു ദുരന്തത്തിന്റെ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മ്യാൻമറിന്റെ അതിക്രമങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ന്യൂനപക്ഷ റോഹിംഗ്യൻ സമൂഹത്തിൽ നിന്നുള്ള ആളുകളെ വഹിച്ചു കൊണ്ടുപോയ 2 വലിയ ബോട്ടുകളാണ് മുങ്ങിയിരിക്കുന്നത്. ഈ ഭയാനകരമായിട്ടുള്ള സമുദ്ര അപകടത്തിൽ 500-ലധികം പേർ മരിച്ചതായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭ സംഘടനകൾ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചുകൊണ്ട് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ഈ 2 ബോട്ടുകളും ജൂൺ അവസാനത്തോടെ മ്യാൻമറിലെ പടിഞ്ഞാറൻ സംസ്ഥാനമായിട്ടുള്ള റഖൈനിൽ നിന്ന് പുറപ്പെട്ടവയാണ്. ഈ ബോട്ടുകളിലെ യാത്രക്കാരിൽ ഭൂരിഭാഗവും റോഹിംഗ്യൻ സമൂഹത്തിൽ നിന്നുള്ളവരാണ്. ഇതിനു പുറമെ ബംഗ്ലാദേശ് അതിർത്തിയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് നിയമവിരുദ്ധമായും അപകടകരമായും കടൽ യാത്ര ആരംഭിച്ച ചില അഭയാർത്ഥികളും ഇതിനകത്തുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 530 പേരെ കാണാതായിട്ടുണ്ട് ഈ ബോട്ട് മുങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ദുരന്തത്തെക്കുറിച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷനും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഹൈക്കമ്മീഷനും സംയുക്ത പ്രസ്താവനയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആദ്യ ബോട്ടിൽ ഏകദേശം 250 പേർ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ബോട്ടുമായുള്ള ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഏകദേശം 280 പേരെ വഹിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ ബോട്ട് ജൂലൈ 8-ന് മ്യാൻമർ അയ്യർവാടി തീരത്ത് നിന്ന് കടലിൽ മുങ്ങിയതായാണ് കരുതപ്പെടുന്നത്. 2 ബോട്ടുകളിലുമായി ആകെ 530 പേരാണ് നിലവിൽ മരിച്ചതായി കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.